ജീവിതത്തിൽ ഇത്രമാത്രം ഞാൻ പേടിച്ചിട്ടുണ്ടാകില്ല. എത്രയോ കാടുകൾ ടെന്റ് അടിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ ശരീരം മൊത്തം തളർന്നു പോവുകയാണ്. ഓക്സിജൻ ഇല്ലാത്തൊരവസ്ഥ, ശ്വാസം നിലച്ചു പോകുന്നൊരവസ്ഥ, തണുത്ത നമ്മൾ ഫ്രിഡ്ജിന്റെ അകത്ത് എങ്ങനെ കയറി ഇരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതിനെക്കാട്ടും ഭീകരമാണ് കേട്ടോ അവിടുത്തെ ജലമെന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, യാത്രയിൽ കാണുന്ന മനുഷ്യർ മാത്രമല്ല, ചില സ്ഥലങ്ങൾ, കാഴ്ചകളെല്ലാം മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. അതുപോലെ എന്റെ യാത്രയിൽ മറക്കാൻ പറ്റാത്ത ഒരു യാത്രാനുഭവം നിങ്ങളിലേക്ക് പങ്കുവെക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനികളിൽ ഒന്നായ ഗംഗോത്രി ഗ്ലേഷ്യറിലേക്കാണ് യാത്ര. അതായത് ഗംഗാ നദിയുടെ ഉറവിട സ്ഥലത്തേക്കുള്ളൊരു യാത്ര. എന്നെ കുറിച്ച് പറയും മുന്നേ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ കൂടി ഈ ഒരു കഥയിലേക്ക് കൊണ്ടുവരാനുണ്ട്. സ്പെയിനിൽ നിന്നും ഇന്ത്യ കാണാൻ വന്ന ദിയാഗോ ഫെർണാണ്ടസ് എന്ന എന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ. ബാക്ക്ഗ്രൗണ്ടിന്റെ സൗണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. പ്രകൃതി എന്താണോ അതിന്റെ ശബ്ദമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. അരുണാചൽ പ്രദേശിലെ ചുങ്ക് വാലിയിൽ നിന്നുമാണ് ഞാൻ ഈ ഒരു യാത്രാനുഭവം നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. ഉത്തരാഖണ്ഡിലെ രാജധാനിയായ ഡെറാഡൂണിൽ നിന്നും മാസങ്ങളോളമുള്ള നടന്നുള്ള യാത്രയിലാണ് ഞാൻ ഗംഗോത്രി എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നത്. അതായത് ഇന്ത്യയിലെ പ്രശസ്തമായ ചാർധാം യാത്രയിലെ പ്രധാനപ്പെട്ട ധാമാണ് ഗംഗോത്രി എന്ന് പറയുന്നത്. ചാർധാം എന്ന് പറഞ്ഞാൽ 4 അമ്പല യാത്രയാണ്. അതിലൊന്നാണ് യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്. അതിലെ ഗംഗോത്രിയിലാണ് ഞാൻ എത്തിപ്പെടുന്നത്. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഇവിടെ പ്രശസ്തമായ ഗോമുഖ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് വലിയൊരു ഹിമാനി ഉണ്ട്, ഗംഗോത്രി ഹിമാനി എന്ന് പറയും. അവിടെയൊക്കെ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ഗൈഡ് ആൾക്കാരാണ് എന്നോട് ഒന്ന് പറഞ്ഞത്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഒരു ദിവസം 2000 രൂപ വേണം. നീ എത്ര ദിവസം എടുക്കുന്നു അത്രയും ദിവസം 2000 രൂപ വേണം. തനിച്ച് അങ്ങോട്ടേക്ക് അലൗഡല്ല, ഇല്ലെങ്കിൽ നിന്റെ കൂടെ ഒരാൾ വേണം. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വിഷമമായി. എങ്ങനെയാണ് അവിടെ പോകാൻ സാധിക്കുക? അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൽ പോയി ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ടെന്റ്, ഗ്യാസ്, കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് പെർമിഷൻ മാത്രം തന്നാൽ മതി, ഞാൻ എന്തായാലും അവിടെ പോയി വന്നോളാം, എന്റെ യാത്രകളൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ റൂള് ഒരാൾക്ക് വേണ്ടി മാത്രം ചെയ്തു തരാൻ പറ്റത്തില്ല, അത് അപകടമാണ്, വലിയൊരു നാഷണൽ പാർക്കാണ്. അങ്ങനെ ആ ഒരു വിഷമത്തിൽ ഞാൻ തിരിച്ചിറങ്ങുകയാണ്. അപ്പോഴാണ് ദൈവത്തിനെ പോലെ ഒരു മനുഷ്യൻ എന്റെ മുന്നിൽ വരുന്നത്. എന്നോട് ചോദിച്ചു, നീ ഗോമുഖിൽ പോകുന്നുണ്ടോ? നമ്മൾക്ക് 2 പേർക്കും പോയാലോ? ഒരാളെ മാത്രം കയറ്റി വിടത്തില്ല. എന്നെ പോലെ യാത്ര ചെയ്യാൻ മനസ്സുള്ളൊരു വ്യക്തിയായിരുന്നു സ്പെയിനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ദിയാഗോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ. അങ്ങനെ നമ്മൾ 2 പേരും പെർമിഷൻ എടുത്തു, അതിന്റെ അകത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഗംഗോത്രി അമ്പലത്തിൽ നിന്നും 3 കിലോമീറ്റർ നടന്നെത്തുന്നത് ഗംഗോത്രി നാഷണൽ പാർക്കിന്റെ ഗേറ്റിലാണ്. ഗംഗോത്രി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ വരുന്ന ഒരു നാഷണൽ പാർക്ക് കൂടിയാണ്. കൂടാതെ ടിബറ്റിന്റെ ബോർഡർ പങ്കിടുന്ന ഒരു നാഷണൽ പാർക്ക് കൂടിയാണ്. ഗേറ്റിൽ നിന്ന് നമ്മളെ ചെക്ക് ചെയ്യുകയാണ്. ചെറിയൊരു ക്യാമറക്ക് പോലും 500 രൂപ കൊടുക്കണം. വലിയ ഫിലിം ഒക്കെ എടുക്കണമെങ്കിൽ 50,000 രൂപക്ക് അടുത്തൊക്കെ വേണമെന്നാണ് പറയുന്നത്. ചെറിയൊരു ക്യാമറ അല്ലേ? ഞാൻ പറഞ്ഞു, ഇതിന് എന്തിനാണ് പൈസ? ആ സമയത്ത് എന്റെ കയ്യിൽ നല്ല മൊബൈൽ പോലും ഇല്ല. അപ്പൊ പറഞ്ഞു, എനിക്ക് മൊബൈലിൽ എടുത്തോ. ഞാൻ പറഞ്ഞു, മൊബൈലിൽ ക്ലിയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അതിനകത്തേക്ക് വിട്ടൂടെ, അത് അനുവദിക്കത്തില്ല. അപ്പം ദിയാഗോ ഫെർണാണ്ടസ് പറഞ്ഞു, നീ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഭക്ഷണത്തിന്റെ കാര്യങ്ങളിലും ഒന്നും വിഷമിക്കില്ല, എല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അവൻ അങ്ങനെ ഒരു വാക്ക് തന്നതുകൊണ്ട് എനിക്ക് സന്തോഷമായി. ടെന്റ് അടിക്കാൻ നമുക്ക് പൈസ കൊടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാം അവിടുന്ന് ശരിയാക്കി നമ്മൾ യാത്ര ആരംഭിച്ചു. ഏകദേശം 7 മണിക്കൂറോളം നടന്നാലാണ് ഭോജ് പാസ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തേണ്ടത്. ഭോജ് പാസ എന്ന് പറഞ്ഞാൽ ട്രെക്ക് ചെയ്ത് വരുന്ന ആൾക്കാർക്കും സഞ്ചാരികൾക്ക് എല്ലാവർക്കും ഹോൾഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ക്യാമ്പ് സൈറ്റ് ആണ് ഭോജ് പാസ എന്ന് പറയുന്നത്. അവിടെ ഗവൺമെന്റിന്റെ ഹോട്ടലുണ്ട്, ആശ്രമമുണ്ട്, കൂടെ നമുക്ക് ടെന്റ് അടിക്കാം. എല്ലാത്തിനും പൈസ കൊടുക്കണം കേട്ടോ. അതിൽ ഏറ്റവും പൈസ കുറച്ച് പോകാൻ പറ്റിയ മാർഗം എന്ന് പറയുന്നത് ക്യാമ്പിംഗ് മാത്രമാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. മനോഹരമായ എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു യാത്ര. മനുഷ്യൻ സന്തോഷിക്കുന്നത് നല്ല അനുഭവങ്ങൾ കിട്ടുമ്പോഴാണ്, നല്ല കാഴ്ചകൾ കാണുമ്പോഴാണ്. അതുപോലെ ഒരു യാത്രയാണ് ഈ ഒരു യാത്ര. ധാരാളം പർവ്വതങ്ങളിലൂടെ യാത്രകൾ ചെയ്തിട്ടാണ് ഞാൻ അവിടെ നടന്നെത്തുന്നത്. പക്ഷെ ഈ ഒരു യാത്രക്ക് ധാരാളം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കാണുന്ന കാഴ്ചകളൊക്കെ ഓരോ നിമിഷങ്ങളും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. എന്താണെന്ന് അറിയില്ല, അത്രമാത്രം ചിരികളാണ്. നമ്മൾ 2 പേരും പരസ്പരം ചിരിച്ചുകൊണ്ടാണ് യാത്രകൾ ചെയ്യുന്നത്. അവൻ അവന്റെ നാട്ടിലെ കഥകൾ പറയുന്നു, ഞാൻ എന്റെ നാട്ടിലെ കഥകൾ പറയുന്നു. ആ ഒരു സ്ഥലത്തിന്റെ സവിശേഷതകളൊക്കെ ഇത്രയും ദൂരം നിന്ന് വന്ന ആ കൂട്ടുകാരൻ എനിക്ക് പറഞ്ഞു തരികയാണ്. അവൻ അതൊക്കെ പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ സ്ഥലം ഇങ്ങനെയാണ്, അവിടുത്തെ സ്ഥലങ്ങളുടെ പേര്, അവിടുത്തെ അൾട്ടിറ്റ്യൂഡ് 4023 മീറ്ററിലാണ് ആ ഒരു ഹിമാനി സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് എത്തിപ്പെടേണ്ടത്. അതൊക്കെ അവൻ എനിക്ക് പറഞ്ഞു തരികയാണ്. ഒരുപാട് സന്തോഷമായി. ഇത്രമാത്രം വിവരങ്ങളുമായിട്ടാണല്ലോ ഇത്രയും ദൂരം നിന്ന് ഒരു വിദേശി നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നത്. ആ ഒരു അനുഭവം എനിക്ക് ഇന്നും സൂക്ഷിച്ചു വെക്കാനുണ്ട് കേട്ടോ. അവിടുത്തെ കാഴ്ചകളില്ലേ, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ ഇറക്കി വിടുകയാണ്. ഒരു മനുഷ്യനെ അവൻ കാണുന്ന സ്വപ്നത്തിലേക്ക് ഇറക്കി വിടുകയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ.
വലിയൊരു പ്രകൃതി. അവിടുത്തെ പർവ്വതങ്ങൾക്കൊക്കെ എത്രമാത്രം കഥകൾ പറയാനുണ്ടെന്നറിയോ? അവിടുന്ന് വരുന്ന തണുത്ത കാറ്റ് നമ്മുടെ ശരീരത്തിൽ അടിക്കുമ്പോൾ പുഞ്ചിരിയാണ് ഓരോ മനുഷ്യന്റെ മുഖത്ത് വരുന്നത്. സൈഡിലൂടെ ഒരു നദി ഒഴുകി പോകുന്നു. നടപ്പാത എന്ന് പറഞ്ഞ ചെറിയൊരു പാതയാണ്. അതിലൂടെ കുതിരകൾ പോകുന്നുണ്ട്. അതിന്റെ പുറത്ത് ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. ആൾട്ടിറ്റ്യൂഡിന്റെ പ്രശ്നങ്ങളൊക്കെ വരും. വലിയ പാറക്കല്ലുകൾ എപ്പോ വേണമെങ്കിലും നദിയിലേക്ക് വന്ന് പതിക്കാം. അങ്ങനെയാണ് അവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അപകടം പിടിച്ചതും മനോഹരമായ പാതയാണ് ഗംഗോത്രി ഹിമാനിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. ആ ഒരു യാത്രയിൽ എന്നെ വിഷമിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ജീവിക്കാൻ വേണ്ടി ഭാരം ചുമന്ന് മല കയറുന്ന മനുഷ്യർ. നമ്മൾ ആ കാഴ്ചകൾ കാണാനാണ് മല കയറുന്നത്. എന്നാൽ ജീവിക്കാൻ വേണ്ടി 60 കിലോയോളം ചുമന്ന് പോട്ടർമാര് ഗംഗോത്രിയിൽ നിന്നും ഭോജുവാസയിലേക്ക് പോവുകയാണ്. ഭോജുവാസയിലെ ചായക്കും ഭക്ഷണത്തിനൊക്കെ വളരെ പൈസ കൂടുതലാണ്. അതിന്റെ കാരണം ഈ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട പൈസയാണ്, സാധനങ്ങൾ ചുമന്ന് വരുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട പൈസയാണ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും വാങ്ങുന്നത്. അവരോട് ഞാൻ ചോദിച്ചു, ഒരു ദിവസം എത്ര പൈസ കിട്ടും? നമ്മൾ എത്രത്തോളം ലോഡ് കൊണ്ടുപോകുന്നു? താഴെ നിന്ന് ഒരു ലോഡ് ഇവിടെ എത്തിച്ചാൽ 1000 രൂപ, തിരിച്ച് അവിടുത്തെ സാധനം ഇങ്ങോട്ട് എത്തിച്ചാൽ 1000 രൂപ, അങ്ങനെ 2000 രൂപ കിട്ടും. മിനിമം 2 തവണയെ പോകാൻ പറ്റത്തുള്ളൂ. അതിനുള്ളിലേക്ക് ആള് ടയർഡായി പോകും. അത്രമാത്രം ആൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്ന തണുപ്പുമായ ഒരു ഭൂപ്രദേശമാണ് ഗംഗോത്രി ഹിമാനിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാഴ്ചകൾക്ക് ഇമ്പമുള്ളതുപോലെയായിരുന്നു ആ ഒരു യാത്ര. സൂര്യപ്രകാശം നമ്മളിലേക്ക് അടിക്കുന്നു. നമ്മൾ നടന്നു പോകുന്നത് കുറച്ച് ഉയരത്തിലൂടെയാണ്. 2 സൈഡിലും പർവ്വതങ്ങൾ. അതിന് സൈഡിലൂടെ ഒരു നദി മനോഹരമായി ഒഴുകി പോവുകയാണ്. ഭാഗീരഥി എന്നാണ് ആ നദിയെ പറയുന്നത്. അപ്പോൾ എനിക്ക് കൗതുകം തോന്നി, എന്താണ് ഇതിന് ഭാഗീരഥി എന്ന് പറയുന്നത്? ഞാൻ പോകുന്നത് ഗംഗാ നദിയുടെ ഉറവിട സ്ഥലത്തേക്കല്ലേ? അപ്പോഴാണ് അവിടുത്തെ നാട്ടുകാർ വലിയൊരു കഥകൾ തന്നെ ഭാഗീരഥിയെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭാരതീയ സംസ്കാരവുമായി ഗംഗാ നദിയുടെ ഉത്ഭവത്തെ കുറിച്ച് ധാരാളം പുരാണ കഥകൾ നിലനിൽക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ കണ്ട യാത്രാനുഭവത്തെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത്. അതായത് ഗംഗോത്രി ഹിമാനിയിൽ നിന്നും ഗംഗാ നദി ഉത്ഭവിക്കുന്ന ആ ഒരു ഉറവിട സ്ഥലത്തെയാണ് ഗോമുഖ് എന്ന് പറയുന്നത്. നമ്മൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അവിടെ നിന്നും 150 കിലോമീറ്ററോളം നമ്മുടെ ഭാഗീരഥി നദി ഒഴുകിയെത്തുന്നത് ദേവപ്രയാഗിലാണ്. അവിടെ വെച്ച് അളകനന്ദ എന്ന് പറയുന്ന മറ്റൊരു പുണ്യ നദിയുണ്ട്. ബദ്രിനാഥിന് മുകളിലുള്ള ഒരു ഗ്ലേസറാണ് സതോപാന്ത് ഗ്ലേസർ എന്ന് പറയുന്നത്. അവിടെ നിന്നുമാണ് അളകനന്ദ നദി ഒഴുകി വരുന്നത്. അതിനും ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ ഭാഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചാണ് ഗംഗാ നദി അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. മനോഹരമായ ഗംഗ അവിടെ നിന്നും മറ്റൊരു ദിശയിലേക്ക് യാത്ര പറയുകയാണ്. എന്തൊക്കെ അത്ഭുതങ്ങളായിരുന്നു അറിയാം ആ ഒരു യാത്ര. ആ ഒരു നദിക്ക് എത്രമാത്രം കഥകൾ പറയാനുണ്ട്. സൗന്ദര്യമാണ് കേട്ടോ. സൂര്യപ്രകാശം അടിക്കുമ്പോൾ ആ സ്ഥലങ്ങളൊക്കെ തിളങ്ങുകയാണ്. സ്വർണമൊക്കെ നമ്മൾ തിളങ്ങുന്നത് സിനിമകളിൽ കണ്ടിട്ടുണ്ടാകും. എന്നാൽ പ്രകൃതി കഥകൾ പറയുന്നത് പോലെ തിളങ്ങുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അങ്ങനെ മണിക്കൂറുകളോളമുള്ള യാത്രയിൽ ഭോജുബാസയിലെത്തുകയാണ്. നമ്മൾ 2 പേരും നല്ലതുപോലെ ക്ഷീണിച്ചിരുന്നു. ടെന്റ് അടിക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തി. പർവ്വതങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ കാണുന്ന ഒരിടത്താണ് ടെന്റ് അടിച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഗൈഡിനെയും കൊണ്ടുവന്ന വലിയൊരു സഞ്ചാരി ഗ്രൂപ്പുകളെയും കാണാൻ സാധിച്ചു. അവർ ഗംഗോത്രി ഗ്ലേസർ ട്രെക്ക് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. തവോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്കുമുള്ള ട്രെക്കിംഗ് ആരംഭിക്കുന്നതും ഈ ഒരു ഭോജുബാസിൽ നിന്നുമാണ്. അങ്ങനെ ഒരു ദിവസം അവിടെ കിടന്നുറങ്ങി. ആ ഉറക്കത്തിൽ ക്ഷീണങ്ങളൊക്കെ മറന്നുകൊണ്ട് നാളത്തെയുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടായിരുന്നു ഞാൻ അവിടെ കിടന്നുറങ്ങിയത്. രാവിലെ എഴുന്നേൽക്കുകയാണ്. അവിടെയുള്ള കടയിൽ നിന്നും ചായയൊക്കെ കുടിച്ചു. നമ്മൾ 2 പേരും പ്ലാനിങ് ചെയ്തു, ഗോമുഖിലേക്കുള്ള യാത്ര തുടങ്ങിയാലോ. അങ്ങനെ നമ്മൾ 2 പേരും അവിടെ നിന്ന് നടന്ന് ഗോമുഖിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഭോജുബാസയിൽ നിന്നും ഒരു ട്രോളി ഉണ്ട്. നദി ക്രോസ് ചെയ്യാൻ വേണ്ടി വലിയൊരു ട്രോളി. അതിലൂടെ ഒരാൾക്ക് സഞ്ചരിച്ച് അപ്പുറത്തെത്താൻ സാധിക്കും. ഗൈഡിന്റെയും ഗവൺമെന്റിന്റെ ഒക്കെ പെർമിഷനോട് കൂടി പോകുന്ന ഒരു യാത്രയാണ് തപോവൻ എന്ന് പറയുന്നത്. അത് കുറച്ച് പൈസ കൂടിയ യാത്ര ആയതുകൊണ്ട് ആ റൂട്ട് നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പം കുറെ സഞ്ചാരികൾ ആ റൂട്ടിലൂടെയാണ് പോകുന്നത്. അതിലൂടെ ഗോമുഖ് പോകാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അവിടുത്തെ പൈസ കേട്ടപ്പോൾ നമ്മൾ തിരിച്ചു, നമ്മൾക്ക് ഈ റൂട്ട് കൂടി പോകാം. അതായത് ഭോജുബാസിൽ നിന്നും ഇടത്തോട്ടുള്ള റൂട്ടിലൂടെ പോയാൽ ഗോമുഖ് എന്ന് പറഞ്ഞ ബോർഡ് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അവിടെ നടന്നെത്തുകയാണ്. അവിടെ നമ്മൾ ദൂരെ നിന്ന് മാത്രമാണ് ഗംഗോത്രി ഗ്ലേസർ കാണാൻ സാധിക്കുന്നത്. ഒരു ചെറിയൊരു ഹോള് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ തീരുമാനമെടുത്തു, നമ്മൾക്ക് ഇതിലൂടെ പോയാലോ. ഈ റൂട്ടിലൂടെയും ആൾക്കാർ പോകാറുണ്ട്. ഇത് ഗൈഡിനെ വെച്ച് മാത്രമാണ് അതിലൂടെ പോകുന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ മരിച്ചു പോയേക്കാം. അവിടുന്ന് നദി ക്രോസ് ചെയ്യുമെന്ന് പറയുന്നത് അപകടം പിടിച്ചൊരു കാര്യമാണ്. മലമുകളിൽ നിന്നും ഇടിഞ്ഞു വീണ പാറക്കഷ്ണങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു പാറക്കഷ്ണങ്ങളൊക്കെ നമ്മളെക്കാട്ടിയും ഹൈറ്റ് ഉണ്ട് കേട്ടോ. വലിയ തടിച്ച പാറക്കഷ്ണങ്ങൾ. അതിന്റെ സൈഡിലൂടെ വേണം നമ്മൾക്ക് പോകാൻ വേണ്ടി. വഴിയൊന്നും അവിടെ കാണത്തില്ല. അതായത് ഗോമുഖ് എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ട്. അവിടെ ചെറിയൊരു അമ്പലവും കാര്യങ്ങളൊക്കെ. അവിടെ വെച്ച് നമ്മൾക്ക് നടക്കാനുള്ള വഴി അവസാനിച്ചിരിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന 2 ആൾക്കാരെ കാണുകയാണ്. അവർ നദി ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ആരെയും കാണാത്തതുകൊണ്ട് അവർ അവിടെ ഇരിക്കുകയായിരുന്നു. നമ്മളെ കൂടി കണ്ടപ്പോൾ എന്നാൽ ഒരു തീരുമാനമെടുത്ത് നമ്മൾക്ക് നദി ക്രോസ് ചെയ്ത് പോകാം. രാവിലെ സമയമായതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. ഏകദേശം അരയോളം മാത്രമാണ് വെള്ളം ഉണ്ടാവുക.
നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ ഒരു തീരുമാനമെടുത്തു. ആ നദി നമുക്ക് ക്രോസ് ചെയ്യാം. ആന്ധ്രാപ്രദേശുകാരന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. നദി ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു കല്ലിലേക്ക് എടുത്തു വെക്കുമ്പോൾ കാല് വൈദ്യ ആ മനുഷ്യൻ വെള്ളത്തിലേക്ക് വീഴുകയാണ്. പെട്ടെന്ന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് പോലും പേടിയായി. ഇതിങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ക്രോസ് ചെയ്യാൻ പറ്റുക? അങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും പേടിയായി. എന്തൊരു ചിന്തയായി, എങ്ങനെയാണ് ഇത് പോകാൻ സാധിക്കുക? ആകെയുള്ള മനോഹരമായ റൂട്ട് എന്ന് പറയുന്നത് ഭോജുബാസിൽ നിന്ന് തപോവൻ പോകുന്ന ഒരു വഴിയാണ്. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ചുപോയി. ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ആൾക്കാർ അധികം റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്നില്ല. എന്റെ കൂടെ വന്ന ഡിയാഗോ ഫെർണാണ്ടസിനും ചെറിയൊരു മടിയായി. പക്ഷെ ആ ഒരു മനുഷ്യൻ അതിസാഹസികമായ ട്രെക്കിംഗ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെ ഭാഗീരഥി നദി വരുന്ന ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ലതുപോലെ പേടിച്ചു. അവിടെ നിന്ന് ഞാൻ ഒറ്റപ്പെടുകയാണ്. ഇത്രയും ദൂരം വന്നു, ഇത്രയും യാത്രകൾ ചെയ്തു, പക്ഷെ അത് കാണാതെ തിരിച്ചു മടക്കമില്ല എന്ന് മനസ്സിൽ അത്രമാത്രം ഞാൻ ഉറപ്പിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ആ നദി ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി. അവിടെ മുതൽ ഞാൻ ഒറ്റപ്പെടുകയാണ്. ഏതാനും 1 മണിക്കൂർ 2 മണിക്കൂറോളം ഒറ്റക്കൊരു യാത്രയായിരുന്നു. ഭാഗീരഥി നദിക്ക് സൈഡിലൂടെ നടക്കുകയാണ്. വലിയ കൂറ്റൻ പാറക്കല്ലുകളാണ്. അതിലൊക്കെ അള്ളിപ്പിടിച്ചുകൊണ്ട് ഞാനത് കടന്ന് മുന്നോട്ട് പോവുകയാണ്. അത്ര റിസ്ക് എടുത്തു കേട്ടോ. നല്ലതുപോലെ ടയർഡായി. കുടിക്കാൻ ചൂടുവെള്ളമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ ഉള്ളത് ഡിയാഗോ ഫെർണാണ്ടസിന്റെ ബാഗിലായിരുന്നു. അങ്ങനെ എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെങ്കിലും കാണണം, ആ കാഴ്ചകൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. അവിടെ എന്തായിരിക്കും അത്ഭുതമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് യാത്ര ആവേശമാണ് നൽകുന്നത്. ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ കുറച്ച് നിമിഷങ്ങളിലേക്ക് ഞാൻ മറന്ന് മുന്നോട്ട് പോവുകയാണ്. എല്ലാം ഓർത്തുകൊണ്ട് ഞാൻ പോകുമ്പോൾ വലിയൊരു ഹിമാനി എന്റെ മുന്നിൽ കാണുകയാണ്. ഗംഗോത്രി ഹിമാനി കാണുന്ന ആ മനോഹരമായ നിമിഷം സുഹൃത്തുക്കളെ, അതിന്റെ സൈഡിൽ നിന്നൊരു വായു ഭാഗത്ത് നിന്നും നദി ഇങ്ങനെ വരികയാണ്. നമ്മുടെ ഭാഗീരഥി നദി ഇങ്ങനെ ഉത്ഭവിച്ച് വരികയാണ്. ഐസ് കട്ടകളുടെ താഴെ ഭാഗത്തൊക്കെ നീല കളർ. എന്ത് മനോഹരമാണെന്നറിയോ? മുകൾ ഭാഗത്തൊക്കെ കല്ലും മണ്ണൊക്കെ ഉണ്ട് കേട്ടോ. കല്ലുകളൊക്കെ ചെറുങ്ങനെ ഇടിയുന്നുണ്ട്. ഏകദേശം 12 മണിക്കാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോഴാണ് ആ ഒരു അബദ്ധം ഞാൻ മനസ്സിലാക്കിയത്. ഉച്ച സമയത്ത് നല്ലതുപോലെ മഞ്ഞുരുകും വെയിലടിക്കുമ്പോൾ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ വെള്ളത്തിലെ ആഴം കുറവായിരുന്നു. ഏകദേശം അര വരെ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചിറങ്ങുമ്പോൾ അതിനെക്കാട്ടി കൂടുമായിരുന്നു. ഏകദേശം ഒരാളുടെ ഹൈറ്റിലായിരിക്കും ആ വെള്ളം ഒഴുകി പോകുന്നുണ്ടാവോ, ഭാഗീരഥി ഒഴുകി പോകുന്നത്. ഈ തണുത്തുറച്ച നദിയിൽ എങ്ങനെയായിരിക്കും ഇറങ്ങി പോവോ? പക്ഷെ അവിടെ നിന്ന് സന്തോഷത്തോടെ ഞാൻ കണ്ടു ഭാഗീരഥി നദി ഉദ്ഭവിച്ച് വരുന്നതും ആ ഒരു ഹിമാനിയുടെ മനോഹരമായ കാഴ്ചകളും. അതിന്റെ തൊട്ടുമുകളിൽ വലിയ പർവ്വതങ്ങള്, ഐസ് കട്ടകള്, മഞ്ഞുമലകള്, നീലാകാശത്തിന്റെ താഴ്വരയിൽ ഇത്രയും മനോഹരമായ ഗംഗോത്രി ഹിമാനി ഞാൻ ആസ്വദിക്കുകയാണ്. ഏകദേശം 10-35 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് പറയുന്നത് ഗംഗോത്രി ഹിമാനി. ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഡിയാഗോ ഫെർണാണ്ടസ് 2 വിദേശികളെയും കൂട്ടി വരുന്നത്. അവർ യാത്രയിൽ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടുമുട്ടിയതാണ് അത്ര. അങ്ങനെ നമ്മൾ 4 പേരെ. അപ്പൊ എനിക്ക് സന്തോഷമായി. തിരിച്ചു പോകുമ്പോൾ ഇവർ 3 പേര് കൂടി ഉണ്ടല്ലോ. അവരുടെ കൈ കൊടുത്ത് ഇറങ്ങാൻ വന്ന രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഗംഗോത്രി എന്ന ആ ഒരു സത്യം ഞാൻ കണ്ടു കേട്ടോ. ഒരു നദിയുടെ ഉത്ഭവ സ്ഥലം കേട്ടോ. എന്റെ ജീവിതത്തിൽ ആദ്യമായി ചെയ്ത മനോഹരമായ ഒരു ഹിമാനി ട്രെക്കിംഗ് അവിടെ വരെ പൂർത്തിയാക്കി. ഇനി തിരിച്ചിറങ്ങുന്ന യാത്രയാണ്. പേടിപ്പിക്കുന്ന ഒരു യാത്രയായിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങുന്നെന്ന് പറയുന്നത് മരണം എന്റെ മുന്നിൽ കണ്ട ഒരു നിമിഷമായിരുന്നു. തിരിച്ചിറങ്ങുമ്പോൾ സുഹൃത്തുക്കളെ, തിരിച്ചിറങ്ങുമ്പോൾ കാലാവസ്ഥ മൊത്തം മാറി. അതിശൈത്യമാണ് കേട്ടോ. തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വേണം നമുക്ക് നദി ഇറങ്ങാൻ വേണ്ടി. എങ്ങനെയാണോ പോയത് അതേ സ്ഥലത്ത് എത്തുമ്പോൾ നദിയുടെ ആഴം ഇത്രമാത്രം. സ്റ്റിക്ക് കുത്തി നോക്കുമ്പോൾ സ്റ്റിക്ക് മൊത്തം താണു പോകുന്നുണ്ട്. വേറൊരു വഴിയുമില്ല. അതിലൂടെ ഇറങ്ങിയാൽ മാത്രമാണ് തിരിച്ചിറങ്ങാൻ പറ്റുക. അധികം നമുക്ക് ലേറ്റ് ആക്കാൻ സാധിക്കത്തില്ല. കാരണം വൈകുന്തോറും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കും. സ്ഥലം എന്ന് പറയുന്നത് 4000 മീറ്ററിലുള്ള വലിയൊരു ഹിമാലയത്തിന്റേതും ഹിമപാളികളുടേതുമായ ഒരു നാടാണ്. അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുവാണ്. കൂടെ 4 പേരുള്ള ഒരു ബലത്തിലാണ് കേട്ടോ ഞാൻ ഇറങ്ങുന്നത്. ഞാനടക്കം 4 പേരാണ് ഉള്ളത്. കൂടെയുള്ള 3 പേരും പറഞ്ഞു ഇറങ്ങിക്കോളൂ, നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അതോ നീ ഒഴുകി പോവുകയാണ് നമ്മളെ കൂടെ നീന്തി വരാന്നൊക്കെ ആ 3 പേരും പറഞ്ഞു കേട്ടോ. അങ്ങനെ പരസ്പരം നമ്മൾ സംസാരിച്ച് മനസ്സിലൊരു ശക്തി കൊണ്ടുവന്നു. എന്തായാലും ഇറങ്ങാലോ. അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ജീവിതത്തിൽ ഇത്രമാത്രം ഞാൻ പേടിച്ചിട്ടുണ്ടാകില്ല. എത്രയോ കാടുകൾ ടെന്റ് അടിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ ശരീരം മൊത്തം തളർന്നു പോവുകയാണ്. ഓക്സിജൻ ഇല്ലാത്തൊരവസ്ഥ, ശ്വാസം നിലച്ചു പോകുന്നൊരവസ്ഥ, തണുത്ത നമ്മൾ ഫ്രിഡ്ജിന്റെ അകത്ത് എങ്ങനെ കയറി ഇരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതിനെക്കാട്ടും ഭീകരമാണ് കേട്ടോ അവിടുത്തെ ജലം എന്ന് പറയുന്നത്. അങ്ങനത്തിൽ ഇറങ്ങുന്നു. ഏകദേശം ഇത്രത്തോളം വെള്ളം വരുന്നു. കയ്യിൽ ഗോപ്രയാണ്. ഗോപ്ര എന്ന് പറയുന്നത് ചെറിയൊരു ആക്ഷൻ ക്യാമറയാണ് ഗോപ്രോ എന്ന് പറയുന്നത്. അതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതും വെള്ളത്തിൽ വീഴുന്നു. എന്റെ ബാഗൊക്കെ വെള്ളത്തിൽ വീഴുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ നദി ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തുകയാണ്. മനസ്സിലൊരു സന്തോഷമുണ്ടായി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇത്രയും അപകടം പിടിച്ച യാത്രയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കയ്യിൽ പണമുണ്ടെങ്കിൽ ഗൈഡിനെ വെച്ച് മാത്രം വരാൻ ശ്രമിക്കുക. നിങ്ങൾ തനിച്ചാണ്, കൂടെ വന്ന സഞ്ചാരികളാണ്, അവർ നമ്മളുടെ ഗൈഡാണെന്ന വിശ്വാസത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും അപകടം പറ്റിയാൽ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഗൈഡ് കൂടെയുണ്ട്. അപകടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങളും ഗവൺമെന്റ് ചെയ്തു തരുന്നതാണ്.
പക്ഷെ ഒറ്റക്കാണെങ്കിൽ അതിൻ്റെതായ അപകടങ്ങൾ അവിടെ ഉണ്ടാകും കേട്ടോ. മനസ്സിന്റെ ശക്തി കൊണ്ടും കയ്യിൽ പണമില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ ആ യാത്ര അപകടത്തോടു കൂടി ചെയ്തത്. പക്ഷെ സന്തോഷത്തോടു കൂടി ആ യാത്ര ഫിനിഷ് ചെയ്യാൻ വേണ്ടി എനിക്കും ഡിയാഗോ ഫെർണാണ്ടസിനും കൂടെ വന്ന 2 വിദേശികൾക്കും സാധിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷം ഇന്നും മനസ്സിലുണ്ട്. കൂടാതെ തന്നെ വിദേശത്തേക്ക് തിരിച്ചുപോയ ഡിയാഗോ ഫെർണാണ്ടസുമായി ഇന്നും ഞാൻ മെസ്സേജുകൾ അയക്കാറുണ്ട്, സന്ദേശങ്ങൾ അയക്കാറുണ്ട്. ഞാൻ അവനോട് പറഞ്ഞായിരുന്നു, നമ്മളുടെ യാത്രാ വിവരണങ്ങൾ ഒരു എപ്പിസോഡായി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? എന്നോട് പറഞ്ഞൊരു കാര്യം, നീ ഇന്നും എന്നെ ഓർക്കുന്നുണ്ടല്ലോ, നീ നല്ലൊരു മനുഷ്യനാടാ, തീർച്ചയായും നിന്റെ നാട്ടിൽ ഒരിക്കൽ വരും, നിന്റെ കൂടെ ഒരിക്കൽ കൂടി എനിക്ക് യാത്രകൾ ചെയ്യണം. ആ ഒരു മനുഷ്യന് അവരുടെ രാജ്യത്ത് പോലും എന്നെ ഓർത്ത് അഭിമാനമാണ്. ഇന്നൊരു ഫ്രണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതൊക്കെ അവന്റെ കൂട്ടുകാരോട് പറയുകയും എന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഇന്നും ആ ഒരു സുഹൃത്തു വലയത്തിന് ഒരു സത്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, യാത്രകൾ തുടരുകയാണ്. വലിയ അപകടം പിടിച്ച ഒരു യാത്രയാണ് ഞാൻ ചെയ്തത്, പക്ഷെ അത് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചു. ഇന്നും എന്റെ യാത്രകൾ തുടരുകയാണ്. കൂടെ ഒരാൾ പോലും ഇല്ലാതെ തനിച്ചാണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഇത് എഡിറ്റ് ചെയ്യുന്നതും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ സാധിക്കും, പക്ഷെ ആരും വിചാരിക്കത്തില്ല. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണമെന്ന് ചിന്തിച്ചിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളു കേട്ടോ. എന്നാലും അപകടങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു. യാത്രകൾ തുടരുകയാണ്. ഈ ഒരു യാത്രാനുഭവത്തെ കുറിച്ച് എന്റെ സുഹൃത്തുക്കൾക്ക് എന്നോട് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. നിങ്ങളുടെ മറുപടികൾ കാത്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു യാത്രാനുഭവങ്ങളുമായി ഉടനെ വരാം.